അതെ നമ്മുടെ ആളുകളുടെ അടുത്ത് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. എന്താ സാറേ? ഇപ്പൊ നമ്മൾ ബോധവൽക്കരണം നടത്തി, എന്താ കാര്യം? ഫൈന് കൂട്ടി, വല്ല കാര്യം ഉണ്ടാ? ഇപ്പൊ തന്നെ ഏകദേശം 10-30 ആയി. ഖജനാവിലേക്ക് കാശ് വരട്ടെ സാറേ, നമുക്കെന്താ? അല്ല സാറേ, നമുക്ക് ഒരു പോലീസുകാരന് ഇപ്പോൾ ഒരു ലാത്തിയല്ലേ ഉള്ളൂ. ഒരു പോലീസുകാരന് 2 ലാത്തി കൈ പിടിക്കാനുള്ള വകുപ്പുണ്ടോ? അതെന്തിനാണ് സാറേ? നമ്മളിപ്പോൾ വണ്ടി നിർത്താവുമ്പോൾ ഒരെണ്ണം വെച്ച് എറിയുമല്ലോ. കൊണ്ടില്ലെങ്കിൽ അടുത്തൊരു ലാത്തി ഉണ്ടെങ്കിൽ അതും കൂടി പരീക്ഷിക്കാലോ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ കാര്യം CIന്റെ അടുത്ത് പറയാം. CI സാറിൻ്റെ അടുത്ത് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ 2 ലാത്തി ആക്കണ്ട, കുറച്ച് കൂടുതൽ ലാത്തി തരാൻ പറയും. അതെന്തിനാ? അല്ല, നമുക്കത് എവിടെയെങ്കിലും ഒരു സൂക്ഷിക്കാൻ ഒരു സംവിധാനം വേണം. അതിന് നമ്മുടെ മറ്റേ പുള്ളിയില്ലേ, അർജുനൻ. തട്ടിമുട്ടിയില്ലേ? അല്ല, യുദ്ധത്തിലൊക്കെ പോണ ഒരു അർജുനല്ലേ? നമ്മുടെ രാമായണത്തിലെ അർജുനൻ. അല്ല, മറ്റേ ഭാരതത്തിലെ മഹാഭാരതത്തിൽ. പുള്ളി അമ്പൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി ഒരു സാധനം ബാക്കി വെച്ചേക്കുമല്ലോ, എന്താ എൻ്റെ പേര്? അത് മറ്റേ ഇടങ്ങഴി. അല്ല സാറേ, ആവനാഴി. ആവനാഴി. അപ്പൊ CI സാറിനോട് പറഞ്ഞു നമുക്ക് അങ്ങനെ ഒരു ആവനാഴി തരാൻ പറയണം. നമുക്ക് ലാത്തി എല്ലാം കൂടെ ഇതിനകത്തൊരു 10-15 ലാത്തി ഇതിൽ കിടന്നാലും നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് അപ്പൊ 2 ലാത്തി ആയാലും നമുക്ക് അറിയാമല്ലോ. ഇതാകുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ എടുക്കുക എറിയുക കൊള്ളായിരിക്കും അത്. നല്ല പോയാൽ നിർത്ത്. ഈ ഹെൽമെറ്റ് ഇത് ISI മാർക്കുള്ളതാണ്. നല്ല പോയാൽ നിർത്ത്. ഈ ഹെൽമെറ്റ് ഇത് ISI മാർക്കുള്ളതാണ്. എടാ നല്ല സ്ട്രോങ് ആണ് സാറേ, അല്ല ലോക്കലും നല്ല ഹെൽമെറ്റാണ്. ആരുടെ ഇത്? ഇതെന്റെ. എവിടുന്നാ നിനക്ക്? കാശ് കൊടുത്ത് വാങ്ങിയത്, പുതിയത് വാങ്ങിയാണ് ഇപ്പൊ. ഇതാ നീ പൈസ കൊടുത്ത് വാങ്ങിച്ചാണോ? എവിടുന്ന് പൈസ കൊടുത്ത് വാങ്ങിച്ചത്? ഞാൻ ഇന്ന് രാവിലെ പൈസ കൊടുത്ത് വാങ്ങിയാണ് സാറേ. ഈ പഴയ ഹെൽമെറ്റ് ആണോടാ നീ ഇന്ന് കാശ് കൊടുത്ത് മേടിച്ച? ഇല്ല സാറേ, ഞാൻ സെക്കൻഡ് ഹാൻഡ് ഇന്ന് രാവിലെ കാശ് കൊടുത്ത് മേടിച്ചാണ് പുതിയതായിട്ട്. എന്റെ ഹെൽമെറ്റ് ആണത്. സാറിന്റെ ഹെൽമെറ്റാ? ഇതാണ് ഇന്നലെ കാണാതെ പോയത്. ഞാൻ ഇന്നലെ ഹോട്ടലിൽ കയറിയിട്ട് ഒരു ചായ കുടിച്ച് തിരിച്ചിറങ്ങിയപ്പോഴേക്കും ഈ സാധനം അടിച്ചു മാറ്റി കൊണ്ടുപോയി. സാറേ അതൊന്നും വേണ്ടട്ടാ, ഞാനും സാറിന്റെ പോലെ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ തന്നെയാണ്. ഇതൊക്കെ 70കളിലാണ്. അല്ല സാറേ, ഞങ്ങക്ക് പോകണ്ടേ സാറേ? അതെങ്ങനെ ഹെൽമെറ്റ് മോഷ്ടിച്ചിട്ട് അങ്ങനെ പോവാ? സാറ് അത് മോഷ്ടിച്ചതല്ല, സത്യമായിട്ടും പ്യാരിജാതിന്റെ കയ്യിൽ നിന്ന് ഞങ്ങള് മേടിച്ചതാണ്. ഇയാളൊരു കാര്യം ചെയ്യ്, നാളെ പാരിജാതിനെ കൂട്ടിയിട്ട് സ്റ്റേഷനിലേക്ക് വാ. അല്ല വേണ്ട സാറേ, നമുക്ക് പോയി അങ്ങ് പൊക്കാന്നേ അവനെ. വന്നില്ലെങ്കിൽ പൊക്കാം, നാളെ അവനെ കൂട്ടിട്ട് വാ കേട്ടോ സാറേ. അപ്പൊ ഞങ്ങള് തൽക്കാലം ഞങ്ങക്ക് പോകണ്ടേ, അപ്പൊ ഹെൽമെറ്റ് ഇങ്ങോട്ട് തന്നാ. ഇത് കളവ് മുതലല്ലോ. എന്താ നിനക്ക് പറഞ്ഞ മനസ്സിലാവാത്ത? ഒരു കാര്യം ചെയ്യാം, ഫൈൻ എഴുതി തരാം. എന്തിനാണ് ഫൈൻ എഴുതണം? നിങ്ങൾക്ക് ഇവിടുന്ന് പോണ്ടേ? അതിന് ഹെൽമെറ്റ് ഇല്ലല്ലോ. അല്ല, ഹെൽമെറ്റ് ഇപ്പൊ ഞങ്ങൾ ഇതുവരെ വെച്ച അല്ലേ വന്നത്. അത് അതിന് കുഴപ്പമില്ല, അത് മോഷണം മുതലാണ്. കാര്യങ്ങൾ പറയാൻ മനസ്സിലാകാത്ത. എടോ, നിങ്ങൾ ഇതുവരെ വന്നപ്പോ നിങ്ങൾക്ക് 2 പേർക്ക് ഹെൽമെറ്റ് ഉണ്ടായിരുന്നു. ഇനി നിങ്ങൾക്ക് വണ്ടിയിൽ പോണ്ടേ? അതിന് ഒരാൾക്കല്ലേ ഉള്ളൂ. അപ്പൊ ഒരാൾക്കുണ്ടല്ലോ. ഒരാൾക്കുണ്ട്. പിന്നെന്താണ്? നിനക്ക് പോണ്ടേ? നിനക്ക് പോണെങ്കിൽ ഹെൽമെറ്റ് വേണം. ഞാൻ നടന്നു പോയിക്കോളാം, അപ്പൊ കുഴപ്പമില്ലല്ലോ. അങ്ങനെ? അല്ല, ഞാൻ നടന്നു പോയിക്കോളാം. അപ്പൊ വേണ്ട, അപ്പൊ കുഴപ്പമില്ല. നീ പോയിക്കോടി, നീ നടന്നു, ഞാൻ നടന്നു. അല്ല, നിക്ക്. ആ പേര് അഡ്രസ് ഒക്കെ പറ. എന്താ പേര്? പേര് ശീതളൻ. ഒരു ശീതളനുള്ളൂ സാറേ. വീട്ടുപേര്? ഒരു കഷ്ടം. ചന്ദ്ര? അല്ല, വീട്ടുപേര് താഴത്തേത്. ചന്ദ്ര താഴ? ഇല്ല സാറേ, താഴത്തേതിൽ മാത്രമേ ഉള്ളൂ. താഴത്തേത്. പോസ്റ്റ് ഇത് തന്നെ, ഈ പോസ്റ്റ് തന്നെ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് പോസ്റ്റ് ഉണ്ട്. ഏതെന്ന് പറയണം സാറേ? ഇത് ഒരു പോസ്റ്റ് സാറേ. നമ്മുടെ വാർന്ന് പറയാൻ മതി.